Dear students, today we are starting our second module, performance measurements. What is performance measurement? Performance measurement is the process of collecting, analyzing and reporting information regarding performance of an individual, group, organization, system or components. That means it is the process of collecting, അനലൈസിങ്, ഡാറ്റ കളക്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുക. എന്ത് ഡാറ്റ? ഒരു ഇൻഡിവിജ്വലിൻ്റെയോ ഗ്രൂപ്പിൻ്റെയോ ഓർഗനൈസേഷൻ്റെയോ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. One of the important function of management accountant is to evaluate the performance of the company. കമ്പനിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഫംഗ്ഷനുകളിൽ പ്രധാനപ്പെട്ട ഒന്ന്. This involves measurement of the performance of the division of same company or assessing the performance and stability of whole company. ഒന്നില്ലെങ്കിൽ ഡിവിഷൻ വൈസ് ആയിരിക്കാം, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിരിക്കാം പെർഫോമൻസ് അസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോൾ കമ്പനിയുടെ ഹോൾ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ആയിരിക്കാം അസസ് ചെയ്യുന്നത്. എങ്ങനെയായാലും പെർഫോമൻസ് മെഷർ ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ഇനി എന്താണ് പെർഫോമൻസ് മെഷർമെൻറ്റ്? ഇറ്റ് ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് regular measurement of outcomes and results which generate reliable data on the effectiveness and efficiency of the program. അതായത് നമ്മുടെ ഔട്ട്കമ്മിനെയും റിസൾട്ടിനെയും എന്ത് ചെയ്യുന്നു? റെഗുലറായിട്ട് മെഷർ ചെയ്യുന്നു. ദെൻ വിച്ച് ജനറേറ്റ് റിലയബിൾ ഡാറ്റ ഓൺ ദി എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി പ്രോഗ്രാം. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമിൻ്റെ അതിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചും എഫിഷ്യൻസിയെക്കുറിച്ചും ഉള്ള ഡാറ്റ ജനറേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഔട്ട്കമ്മിനെയും റിസൾട്ടിനെയും മെഷർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. And it is a numeric outcome. Performance measurement is a numeric outcome of an analyst that indicate how well an organization is achieving its പ്രീഡിറ്റർമൈൻഡ് ഗോൾ. മുൻകൂട്ടി നിശ്ചയിച്ച ഗോൾ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്തിരിക്കുന്നത്, എത്രത്തോളം അച്ചീവ് ചെയ്തു, അതിൻ്റെ ഒരു ന്യൂമറിക് ഔട്ട്കമ്മിനെയാണ് നമ്മൾ പെർഫോമൻസ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ദിസ് മെഷർമെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സാമിൻ ദ പെർഫോമൻസ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് business organization including accounting aspects, finance aspects, marketing aspect, production aspect, etc. എല്ലാ ആസ്പെക്റ്റുകളും ഇവാലുവേറ്റ് ചെയ്യാൻ, എല്ലാ ആസ്പെക്റ്റിൻ്റെയും പെർഫോമൻസ് മെഷർ ചെയ്യാൻ ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് പെർഫോമൻസ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ടൊന്നുമില്ല. പെർഫോമൻസ് മെഷർമെൻറ്റ് മീൻസ് മെഷറിങ് ദ പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഡെഫിനിഷൻ നോക്കൂ. മൗലിൻ ഡിഫൈൻസ് he defined the term performance measurement in a forward looking focus. അതായത് ഒരു ഫോർവേഡ് ലുക്കിംഗ് ഫോക്കസ്, ഒരു എന്താ പറയുക, മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളൊരു ഡെഫിനിഷനാണിത്. ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഹൗ വെൽ ഓർഗനൈസേഷൻ ആർ മാനേജ്ഡ് ആൻഡ് ദ വാല്യൂ ദ ഡെലിവർ ഫോർ കസ്റ്റമേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എന്താണ് ഇവിടെ ഈ ഒരു മൗളിൻ്റെ അഭിപ്രായത്തിൽ പെർഫോമൻസ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഹൗ വെൽ ഓർഗനൈസേഷൻ ആർ മാനേജ്ഡ്. ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് മാനേജ് ചെയ്യപ്പെടുന്നത്, കസ്റ്റമേഴ്സിനും അതേപോലെയുള്ള മറ്റുള്ള ഓണേഴ്സ് പോലെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എങ്ങനെയാണ് വാല്യൂ ഡെലിവർ ചെയ്യുന്നത്, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഒരു ഓപ്പറേഷണൽ റെട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്ന നീലി എറ്റൽ ആണ്. ദെൻ അക്കോർഡിംഗ് ടു നീലി എറ്റൽ, ദി പെർഫോമൻസ് മെഷർമെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ക്വാണ്ടിഫൈങ് ദി എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് പാസ്റ്റ് ആക്ഷൻ. അതായത് കഴിഞ്ഞു പോയ ആക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വാണ്ടിഫൈ ചെയ്യുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്. ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും നമ്മളൊരു ന്യൂമറിക്കൽ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷേഴ്സ് ഓഫ് പെർഫോമൻസ്.
പെർഫോമൻസ് മെഷേഴ്സിന് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ദെൻ ദ മെഷേഴ്സ് ഓഫ് പെർഫോമൻസ് ഷുഡ് ഹാവ് ദ ഫോളോവിങ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഏതിനുണ്ടായിരിക്കണം? പെർഫോമൻസ് മെഷർമെൻറ്റിന് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ, ഗുഡ് പെർഫോമൻസ് മെഷേഴ്സ് അലൗസ് ഫോർ കമ്പാരിസൺ ടു ബി മെയ്ഡ് ടു എനേബിൾ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ്. അതായത് ഒരു കമ്പാരിസൺ പോസിബിൾ ആക്കുന്ന മെഷേഴ്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കമ്പാരിസൺ പോസിബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പെർഫോമൻസ് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സെക്കൻഡ് വൺ, ദേ റിഫ്ലക്റ്റ് ഓൺ ദി ഓവറോൾ ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ്. അതായത് നമ്മുടെ ഓവറോൾ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ് വെച്ചുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പെർഫോമൻസ് എന്ത് ചെയ്യേണ്ടത്? മെഷർ ചെയ്യേണ്ടത്. ദെൻ ദേ ആർ റെലവൻറ്റ്. ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് മെഷർമെൻ്റ് ആയിരിക്കണം നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ദേ ആർ ടൈമിൽ നമ്മളത് എന്ത് ചെയ്യണം? ഇംപ്ലിമെൻറ്റ് ചെയ്യണം. കറക്റ്റ് ടൈമിലായിരിക്കണം നമ്മൾ പെർഫോമൻസ് എന്ത് ചെയ്യേണ്ടത്? മെഷർ ചെയ്യേണ്ടത്. ദേ ആർ ആക്ഷണബിൾ മീൻസ് അത് ആ ഒരു മെഷർ വെറുതെ ഒരു പേപ്പറിൽ മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. ആ മെഷർ വെച്ചുകൊണ്ട് നമ്മൾ പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റണം? ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. ദേ ആർ ബോത്ത് ഫോർ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ. അതായത് ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് ടെക്നിക്ക് ഉണ്ടായിരിക്കണം, നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന മെത്തേഡ് ഉണ്ടായിരിക്കണം. ദെൻ ദേ അലൗസ് ഈസിയർ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ സ്ട്രാറ്റജി ആൻഡ് ഹെൽപ്പ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ ഡെഫിനിഷൻ ഓഫ് ഓർഗനൈസേഷണൽ സക്സസ്. ആ ഒരു പെർഫോമൻസ് മെഷർമെൻറ്റിലൂടെ നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി എന്താണ്, ഓർഗനൈസേഷൻ സക്സസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. ദെൻ ദേ ഡോണ്ട് മെഷർ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, ഇൻസ്റ്റെഡ് ദേ ലുക്ക് അറ്റ് പ്രോസസ് ആൻഡ് ആക്ടിവിറ്റീസ്. ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ പെർഫോമൻസ് അല്ല മെഷർ ചെയ്യേണ്ടത്. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പെർഫോമൻസ് ആണ് മെയിനായിട്ട് എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത്. ദേ ആർ റിസൾട്ട് ഫോക്കസ്ഡ് ആൻഡ് നോട്ട് ആക്ഷൻ ഫോക്കസ്ഡ്. ആ ഒരു പെർഫോമൻസ് മെഷർമെൻറ്റിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം. അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഇൻഫോർമേഷൻ അക്വയർ ചെയ്യാനും ആ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഓവറോൾ പെർഫോമൻസ് എന്ത് ചെയ്യാനും സാധിക്കണം? ഇംപ്രൂവ് ചെയ്യാനും സാധിക്കണം. ദെൻ ദേ ആർ സപ്പോർട്ടഡ് ബൈ ടീം ഓഫ് ഇൻഫ്ലുവൻസേഴ്സ്, ദാറ്റ് മീൻസ് സീനിയർ മാനേജ്മെൻറ്റ്. അതായത് ഈ ഒരു പെർഫോമൻസ് മെഷർമെൻറ്റിന് ടോപ്പ് അതോറിറ്റിയുടെ എന്തുണ്ടായിരിക്കണം? സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ദെൻ ദേ ആർ പ്രെഡിക്റ്റീവ് ഇൻ നാച്ചർ, ഇൻഡിക്കേറ്റിംഗ് വാട്ട് ഡ്രൈവ്സ് ബിസിനസ് വാല്യൂസ്. ഈ ഒരു പെർഫോമൻസ് മെഷർമെൻറ്റ് നമ്മുടെ ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്ന പെർഫോമൻസ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് പ്രെഡിക്റ്റീവ് നാച്ചറിലുണ്ടായിരിക്കണം. അതായത് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള മെഷറായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് എന്താണ് ഒരു ഓർഗനൈസേഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതെന്ന് കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദെൻ ദേ ആർ ട്രാക്ക്ഡ് ആൻഡ് മോണിറ്റേർഡ് ഫ്രീക്വൻറ്റ്ലി, നോട്ട് വൺസ് ഓർ ടോയ്സ്. അതായത് അത് എപ്പോഴും നമ്മുടെ ആ ഒരു പെർഫോമൻസ് മെഷർമെൻറ്റ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം, അത് മോണിറ്റർ ചെയ്യണം. അതിനെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതായത് വർഷത്തിൽ ഒരിക്കലോ 2 തവണയോ ചെയ്താൽ പോരാ, റെഗുലറായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യണം? പെർഫോമൻസ് മെഷർമെൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ മോണിറ്റർ ചെയ്യണം. ദെൻ ദേ ആർ നോട്ട് കോപ്പീഡ് ഫ്രം ഔട്ട്സൈഡേഴ്സ്, ദേ ആർ സ്പെസിഫിക് ടു അവർ ഓൺ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രി. ഒരു നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫോമൻസ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്സൈഡേഴ്സിൽ നിന്ന് കോപ്പി ചെയ്തതായിരിക്കരുത്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തുണ്ടായിരിക്കണം? ടെക്നിക്സ് ഉണ്ടായിരിക്കണം. ദ ഇൻഫോം ആൻഡ് ഓർഗനൈസേഷൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ദാറ്റ് മീൻസ് പെർഫോമൻസ് മെഷർമെൻറ്റ് സപ്പോർട്ട് ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. Then they are owned by someone who is accountable for their ഔട്ട്കം. അതായത് ഓർഗനൈസേഷൻ്റെ ഔട്ട്കമ്മിനോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്ത് മാനേജ് ചെയ്യേണ്ടത്? പെർഫോമൻസ് മെഷർമെൻ്റ് ആ ടെക്നിക്ക് മാനേജ് ചെയ്യേണ്ടത്. ദേ ആർ ഫ്യൂ ഇൻ നമ്പർ, നോട്ട് ഫോക്കസ്ഡ് ഓൺ മെനി ഔട്ട്കം അറ്റ് വൺസ്. ഈ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫോമൻസ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് മെഷർമെൻറ്റ് നമ്മൾ അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പാടില്ല? യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പെർഫോമൻസ് മെഷർമെൻറ്റ് വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് പെർഫോമൻസ് മെഷർ ചെയ്യാനും അതിൽ നിന്നും കറക്റ്റായിട്ടുള്ള ഔട്ട്കം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഡിറൈവ് ചെയ്യാനും സാധിക്കണം. ഇതൊക്കെയാണ് ഒരു പെർഫോമൻസ് മെഷർമെൻറ്റിനുണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്.
Then next one, reason for measuring performance or purpose of measuring performance. എന്തിനാണ് നമ്മൾ ഈ പെർഫോമൻസ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്? പെർഫോമൻസ് മെഷർമെൻറ്റ് എൻഹാൻസ് മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് പെർഫോമൻസ് മെഷർമെൻറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് ദി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യാൻ ഏത് സഹായിക്കുന്നുണ്ട്? ഈ ഒരു പെർഫോമൻസ് മെഷർമെൻറ്റ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് അലൗസ് കൺട്രോൾ ഓഫ് ദ ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് ഔട്ട്കം ഓഫ് ദി പെർഫോമൻസ്. പെർഫോമൻസിൻ്റെ ഇൻപുട്ട് എന്തായിരുന്നു, അതിൽ നിന്ന് കിട്ടിയ ഔട്ട്കം എന്താണ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മെഷർ ചെയ്യാൻ സാധിക്കും. ഡാറ്റ ജനറേറ്റഡ് ബൈ പെർഫോമൻസ് മെഷർമെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ പ്രോഗ്രാം എഫിഷ്യൻസി ആൻഡ് effectiveness and to make decision about what service to continue, start and stop. എന്താണ് ഈ ഒരു പെർഫോമൻസ് മെഷർമെൻറ്റിൽ നിന്നും ജനറേറ്റ് ചെയ്ത ഡാറ്റ വെച്ചുകൊണ്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത പ്രോഗ്രാമിൻ്റെ എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല ഡിസിഷൻ എടുക്കാൻ സാധിക്കും. എന്ത് സർവീസാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്, എന്ത് സർവീസസ് ആണ് നമ്മുടെ ഓർഗനൈസേഷൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സർവീസ് സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെയുള്ള ആ ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ ഏത് സഹായിക്കുന്നുണ്ട്, പെർഫോമൻസ് മെഷർമെൻറ്റ് സഹായിക്കുന്നുണ്ട്. ദെൻ ഇത് നമുക്കൊരു പോയിന്റ് വൈസ് ആയിട്ട് നോക്കാം. എന്താണ് ഇതിൻ്റെ റീസൺ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫോമൻസ് മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ടു ഇവാലുവേറ്റ് ഹൗ വെൽ ദ ഓർഗനൈസേഷൻ ഈസ് പെർഫോമിങ്. ഓർഗനൈസേഷൻ അവരുടെ ആക്ടിവിറ്റീസ് ടു അച്ചീവ് ദി അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്, അത് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. To help managers ensure that their subordinate are going the right thing. അതായത് അവരുടെ മാനേജേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ സബോർഡിനേറ്റ് ഒരു എന്താണ് ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാൻ നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, മനസ്സിലാക്കാൻ, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ടു ഹെൽപ്പ് ഇൻ ബജറ്റിങ്ങിന് സഹായിക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്, പെർഫോമൻസ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ പെർഫോമൻസ് മെഷർമെൻറ്റ് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിലെ ബജറ്റുകൾ എന്ത് ചെയ്യാവുന്നതാണ്, പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു മോട്ടിവേറ്റ് ദ പീപ്പിൾ ഇൻ അക്കംപ്ലിഷിങ് ദി ഗോൾ. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ അവരുടെ ഒരു ഗോൾ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ ഏത് സഹായിക്കുന്നുണ്ട്, പെർഫോമൻസ് മെഷർമെൻറ്റ് സഹായിക്കുന്നുണ്ട്. കാരണം നമ്മുടെ പെർഫോമൻസ് മെഷർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും അത് ഇമ്പ്രൂവ് ചെയ്യും. ഇൻ ടൈം നമ്മളത് എന്ത് ചെയ്തിരിക്കും, കംപ്ലീറ്റ് ചെയ്തിരിക്കും. ദെൻ ടു സെലിബ്രേറ്റ് ദി അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ്. അതായത് പെർഫോമൻസ് മെഷർമെൻറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ആ ഒരു ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചോ എന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. Then to helps in promoting the competence and value of government in general. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ കോമ്പീറ്റൻസ് എന്ത് ചെയ്യാൻ സാധിക്കും, ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഗവൺമെൻറ് വാല്യൂ ഇൻ ജനറലായിട്ട് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നു, ഗവൺമെൻറ്റിന് കൂടുതൽ ടാക്സ് പ്രൊവൈഡ് ചെയ്യുന്നു, ആ ഗവൺമെൻറ്റിനും അവിടെ എന്തുണ്ടാവുന്നു, വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ദെൻ ടു ലേൺ റീസൺ ബിഹൈൻഡ് പുവർ ആൻഡ് ഗുഡ് പെർഫോമൻസ്. ഒരു ഓർഗനൈസേഷനിൽ ഗുഡ് പെർഫോമൻസ് ആണെങ്കിലും പുവർ പെർഫോമൻസ് ആണെങ്കിലും അതിൻ്റെ റീസൺ എന്താണെന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. ഏത് ഭാഗത്തുനിന്നാണ്, എവിടെയാണ് കോമ്പീറ്റൻസി കുറഞ്ഞു പോയത്, പെർഫോമൻസിൻ്റെ ഡിഫക്റ്റ് വന്നത് എവിടെയാണെന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ ഏത് സഹായിക്കുന്നു, പെർഫോമൻസ് മെഷർമെൻറ്റ് സഹായിക്കുന്നു. ഫൈനലി ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദി പെർഫോമൻസ്. നമ്മൾ പറഞ്ഞു ഈ ഒരു പെർഫോമൻസ് മെഷർമെൻറ്റ് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റീസൺ ഫോർ പുവർ പെർഫോമൻസ്, സോ വി ക്യാൻ ഇംപ്രൂവ് ദി പെർഫോമൻസ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ ഒരു റീസൺ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് ഒരു ഓർഗനൈസേഷനിൽ പെർഫോമൻസ് മെഷർമെൻറ്റ് വേണം എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് പെർഫോമൻസ്. ഇതൊരു പ്രോബ്ലം ചാപ്റ്ററാണ്, ഇതിൽ പ്രോബ്ലം വരുന്നുണ്ട്. നമ്മൾ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിന് 2 ടൂളുകളാണ് അല്ലെങ്കിൽ 2 മെഷേഴ്സാണ് ഉപയോഗിക്കുന്നത്, ഫിനാൻഷ്യൽ മെഷേഴ്സ്, നോൺ ഫിനാൻഷ്യൽ മെഷേഴ്സ്. ദാറ്റ് ഈസ് ഓൾ മെഷേഴ്സ് ഓഫ് പെർഫോമൻസ് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 ഫിനാൻഷ്യൽ മെഷേഴ്സ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ മെഷേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ മെഷേഴ്സ് ആണ്. ഫോർ ഇവാലുവേറ്റിംഗ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഈസ് ക്വയറ്റ് എസെൻഷ്യൽ ടു ഇവാലുവേറ്റ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അല്ലേ, ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻഷ്യൽ പെർഫോമൻസ് ഐഡൻറ്റിഫൈസ്
how well a company generate revenue and manage its assets, liability and the financial interest of its stakeholders. എന്താണ് ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ഹൗ വെൽ എ കമ്പനി ജനറേറ്റ് റവന്യൂ, കമ്പനി എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്, അസറ്റിനെ ലയബിലിറ്റിയെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നത്, ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിന് നമ്മൾ പ്രധാനമായിട്ടും 4 ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഫിനാൻഷ്യൽ മെഷേഴ്സിൽ 4 ടെക്നിക്ക് ഉണ്ട്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റെസിജ്വൽ ഇൻകം, ഇക്കണോമിക് വാല്യൂ ആഡഡ് EVA, ദെൻ ക്യാഷ് ഫ്ലോസ്. ദെൻ നെക്സ്റ്റ് നോൺ ഫിനാൻഷ്യൽ മെഷേഴ്സ് ആണ്. ഈ ഒരു ഫിനാൻഷ്യൽ മെഷർമെൻറ്റ് മാത്രമല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് മാത്രമല്ല ഒരു ഓർഗനൈസേഷൻ്റെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസും എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. ആക്ച്വലി നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് ലീഡ് ടു ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇൻ കോഴ്സ് ഓഫ് ടൈം. അതായത് നമ്മൾ നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ ഡാറ്റ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഫിനാൻഷ്യൽ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കും. ദെൻ ഹെൻസ് പ്രോസ്പെറസ് കമ്പനീസ് nowadays give much importance to controlling non-financial performance like cycle time, quality and productivity, etc. Then it is believed that these sub goals leads to long-term profitability. അതായത് ഈ നോൺ ഫിനാൻഷ്യൽ ടേംസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഔട്ട്കം വെച്ചുകൊണ്ട് നമ്മുടെ ലോങ് ടേം പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയാണ് നോൺ ഫിനാൻഷ്യൽ മെഷേഴ്സ് എന്ന് നോക്കാം. മാർക്കറ്റിംഗ്, പേഴ്സണൽ, പ്രോഡക്റ്റ് ക്വാളിറ്റി ആൻഡ് അതേഴ്സ്. ദീസ് ആർ ദി പെർഫോമൻസ് മെഷേഴ്സ് യൂസ്ഡ് ഇൻ ദി ഓർഗനൈസേഷൻ. ഓക്കെ, ഇത് നമുക്ക് 1 by 1 ആയിട്ട് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.